ഹലോ, ഞാൻ ടാനിയ ജോയൽ. ഇന്നില്ലേ നല്ല പുതിയൊരു പ്രോഡക്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാട്ടോ. ഇത്രയും നാൾ ഇത് മാഗ്നിസ്കേപ്സിൽ ഇല്ലായിരുന്നു. അപ്പം എല്ലാവരും എന്നോട് ചോദിക്കാൻ ആ സാധനം ഇല്ലേ എന്ന് ചോദിക്കാന്ന് കേട്ടോ. അതായത് ആ സാധനം നമുക്ക് ഇല്ലേന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ നല്ല റക്സ് ഒക്കെ ഉണ്ട്, പക്ഷെ ഈ ഒരു സൂത്രം നമ്മുടെ കയ്യിലില്ല. അതായത് ചെറിയ ടീപ്പോയുടെ അടിയിൽ ഇടാൻ പറ്റുന്ന അത്രയും സൈസ്, പിന്നെ നമ്മുടെ വീടിന്റെ ഇടയ്ക്കൂടെയൊക്കെ ഭയങ്കര സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു സാധനമാണ്. കാർപ്പറ്റ് ആണോ എന്ന് ചോദിച്ചാൽ കാർപ്പറ്റും അല്ല, എന്തോ ഇത് റണ്ണർ ആണോ എന്ന് ചോദിച്ചാൽ റണ്ണറും അല്ല. അങ്ങനെ ഇതിന് പറയുന്ന പേര് ജെറി എന്നാ പറയുന്നത് കേട്ടോ. അത് നല്ല രസമായിട്ടുള്ള, അതായത് വീടൊക്കെ നന്നായിട്ട് അലങ്കരിക്കുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാകും കേട്ടോ. ഞാൻ ഇതൊരു വീട്ടിൽ കണ്ടിട്ടുണ്ട്. ഇത് ആക്ച്വലി നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാം നിലത്തൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കാനുള്ളതാണ്. പക്ഷെ ഞാനിത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയപ്പോഴില്ലേ, അവർ ഈ സാധനമാണ് ഫ്രെയിം ചെയ്ത് അവരുടെ വാളി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്ത് രസമാണെന്ന് പറയുന്നത് കാണാനേ. നല്ല തിക്കായിട്ടുള്ള സംഭവമാണ്. നന്നായിട്ട് വാഷിംഗ് മെഷീനിൽ കഴുകാം. പിന്നെ അത് പല പല സൈസസിൽ നമ്മുടെ ഇവിടെ ഇപ്പോൾ ഉള്ളത് 2x3 ഫീറ്റ് സൈസാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള സൈസാണ്. നല്ല രസമായിട്ടുള്ള, നല്ല രസമില്ല ഇത് കാണാൻ. ഞാൻ എല്ലാം കൂടി അങ്ങോട്ട് കാണിക്കുക കേട്ടോ. ഇനി ഒരു 2-3 ഡിസൈൻസും കൂടി അവൈലബിൾ ആണ്. പക്ഷെ ഓൾമോസ്റ്റ് കണ്ടാൽ എല്ലാം ഒരുപോലെ ഇരിക്കും കേട്ടോ. ഇനിയുള്ളത് നമ്മുടെ 695 ബെഡ്ഷീറ്റ് ആണ്. എല്ലാവർക്കും ഇല്ല, ഈ ദിവസം ചില സമയത്തൊക്കെ ഭയങ്കര കുഞ്ഞു കുഞ്ഞു മഴകളാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും പുറത്തിറങ്ങാനൊക്കെ ഭയങ്കര മടിയായിരിക്കും. മടിയൊന്നും വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ എല്ലാ ദിവസവും ജോലിക്ക് പോകണം, എല്ലാ ദിവസവും നല്ല സന്തോഷത്തോടെ ഇരിക്കണം. നമ്മൾ എല്ലാ ദിവസവും നമ്മളൊക്കെ ഭയങ്കര വിഷമം തോന്നുമ്പോൾ നമ്മൾ ഇങ്ങനെ അയ്യോ ചത്തേ ചതഞ്ഞേന്ന് ഇരിക്കാതെ പോയി കണ്ണാടിയുടെ മുമ്പിൽ പോയി നോക്കിയിട്ട് ഇന്ന് തന്നെ കാണാൻ സുന്ദരിയാണ്, ഞാൻ മിടുക്കിയാണ്, കൊള്ളാം. ചേട്ടന്മാരും പറയണം ഇന്ന് കൊള്ളാം, ഇന്ന് എൻ്റെ ജോലിയൊക്കെ ഞാൻ നന്നായിട്ട് ചെയ്യുന്നു കേട്ടോ. അപ്പൊ ഇന്ന് ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല ഭംഗിയായിട്ടുള്ളൊരു ബെഡ്ഷീറ്റ് ആണ്. ഈ ഒരു ബെഡ്ഷീറ്റിന്റെ എന്ന് പറയുമ്പോൾ നല്ല ഉരുണ്ട ബെഡ്ഷീറ്റ്. ഇത് റൗണ്ട് ആയിട്ട് വന്നിട്ടുള്ള, നമ്മൾ ഇത് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ്, റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഷീറ്റാണ്. നല്ല റൗണ്ട് ആയിട്ട്, അതായത് പിള്ളേരൊക്കെ ഇങ്ങനെ നമ്മൾ കോമ്പസും കൊണ്ട് പണ്ട് ഇങ്ങനെ റൗണ്ട് വരയ്ക്കുമ്പോൾ കുറച്ച് ചെരിഞ്ഞു പോയിരുന്നു. എന്നാലും ആദ്യമൊക്കെ നമുക്ക് ചെരിയും, പിന്നെ നമ്മൾ പെർഫെക്റ്റ് റൗണ്ട് കിട്ടും കേട്ടോ. അതായത് അത് ശരിക്കും റൗണ്ട് ആണെന്ന് ചോദിച്ചാൽ ശരിക്കും റൗണ്ട് അല്ല, ഇച്ചിരി മാറ്റമൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയുള്ളത് ഈ ഷീറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. പല കളേഴ്സിൽ മഞ്ഞ ഉണ്ടായിരുന്നു, നീല ഉണ്ടായിരുന്നു, ഈ കളർ ഉണ്ടായിരുന്നു, വേറൊരു കളർ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ സെയിം മാച്ചിങ് ആയിട്ടൊരു കോമ്പിനേഷന് ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. റേറ്റ് വന്നിട്ട് 695 രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ്. അതായത് 2 വലിയ പില്ലോ കവേഴ്സോട് കൂടിയ നല്ല ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ആട്ടോ. ഇനിയുള്ളത് ഇത് കണ്ട നല്ല ഹാർട്ടാണ്. ദൈവമേ, ഇത് കാണുമ്പോൾ തന്നെ നല്ല കൊതി വരും കല്ലോ. ദൈവമേ, എല്ലാവരുടെയും മനസ്സ് നല്ല ഹാർട്ട് പോലെ നല്ല ഹാർട്ടായിട്ട് നിങ്ങൾ ഓർക്കും കേട്ടോ. ചില ആൾക്കാരൊക്കെ ഇല്ലേ നല്ല ഹാർട്ടായിരിക്കും കേട്ടോ. നമ്മൾ ഇപ്പൊ ചോദിക്കും വല്ലവരുടെ ഹാർട്ട് കണ്ടിട്ടുണ്ടോ? അങ്ങനെയല്ല, ചില ആൾക്കാർക്കൊക്കെ എല്ലാവരും നന്നായിട്ട് വരണം, എല്ലാവരും നന്നായി വരണം ഒക്കെയുള്ള ആഗ്രഹങ്ങളുണ്ടാവും. ചില ആൾക്കാരാണ് കുശുംബരായിരിക്കും കേട്ടോ. അപ്പൊ നമുക്കിതൊക്കെ തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ ഭയങ്കര പാടാട്ടോ. അപ്പൊ നമ്മളിങ്ങനെ പാവത്താനെ പോലെയൊക്കെ ഇരുന്ന് പയ്യെ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നോക്കി സൈഡിൽ കൂടെ അങ്ങ് പോകുന്ന നല്ലത് കേട്ടോ. അപ്പൊ ആരെയും നമുക്ക് നന്നാക്കാൻ ഒന്നും പറ്റത്തില്ല. എല്ലാം നന്നാക്കാനൊക്കെ പറയാം, പക്ഷെ നടക്കുന്ന കാര്യമൊന്നും അല്ല കേട്ടോ. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ചില ആൾക്കാർ ഓർക്കും നമ്മൾ വട്ടന്മാരാണ് കേട്ടോ. പക്ഷെ നമ്മള് നല്ലതായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ കൂടെ ഇരിക്കുന്നവരെയൊക്കെ നമ്മൾ നന്നായിട്ട് കണ്ട് ഒരുമിച്ച് കൊണ്ടുപോകണം. എന്നാലാണ് നല്ല ഹാർട്ടും ചീത്ത ഹാർട്ടും നല്ലത് ചീത്തയൊക്കെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള ഹാർട്ടിന്റെ ഡിസൈൻ ഉള്ള നല്ലൊരു ഷീറ്റാണ്. നല്ല ഭംഗിയായിട്ടൊരു ഷീറ്റാട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ ഈ ബെഡ്ഷീറ്റ് എന്ന് പറയുമ്പോഴില്ലേ, നമുക്ക് സ്നേഹമല്ലേ ബെഡ്ഷീറ്റ് എന്ന് പറയുമ്പോൾ. ഈ സാധാരണ പ്രോഡക്ട്സ് ഒക്കെ നമ്മുടെ ഇഷ്ടമാണ്, ചുരിദാർ ഇടണം, മറ്റേ സൂത്രം ഇടണം ഒക്കെ. ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ സ്നേഹമാണ് എനിക്ക് തോന്നുന്നത്. കാരണം സ്നേഹം ഉള്ളപ്പോഴല്ലേ കട്ടിലൊക്കെ പോയി നല്ല സ്നേഹത്തോടെ കിടക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ സ്നേഹമുള്ള ഒരു സൂത്രമാട്ടോ. നല്ല ഭംഗിയായിട്ട് ഈ ബെഡ്ഷീറ്റ് വേണം. നമ്മൾ എത്ര ടയേർഡായി നമ്മൾ പണിയെടുത്ത് മടുത്താലും നമ്മൾ നല്ലൊരു ബെഡ്ഷീറ്റ് പോയി കിടന്നുറങ്ങുമ്പോൾ നമുക്കുള്ളൊരു സുഖം ഉണ്ടല്ലോ, നല്ല റിലാക്സ് ചെയ്യുന്ന സുഖം, ഒരു വേറെ സുഖമാട്ടോ. ഇത് എന്നാ രസമാണെന്ന് നോക്കി ഈ പ്രിന്റ് കാണാനേ. ഈ പ്രിന്റ് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് തലതിരിഞ്ഞല്ല, ഇത് താഴേന്ന് ഇങ്ങനെയാണ് ഒരു സൈഡിൽ നിന്നൊക്കെ കയറി വരുന്നത് കേട്ടോ. താഴേന്നല്ല സൈഡിൽ നിന്നാട്ടോ ഈ പൂക്കൾ വരുന്നത്. ഇതിന്റെ ബ്ലൂ കളർ വന്നപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. ഇതപ്പോൾ അതിന്റെ ഗ്രേ കളറ്.
അതിൻ്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സ്, പിന്നെ നമ്മുടെ നാരങ്ങയും മാങ്ങയും. ഞാൻ എല്ലാ ദിവസവും ഈ സാധനം കൊണ്ടുവരും നിങ്ങൾ വിചാരിക്കരുത്. ഈ സാധനത്തിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ഓർക്കും അയ്യോ ഇതെന്നും ഈ കൊച്ചി ഇതാണല്ലോ കൊണ്ടുവരുന്നത്. ഇതിനകത്ത് ഇന്നത്തെ നാരങ്ങയിൽ പൂക്കളും ഉണ്ട്. സാധാരണ നാരങ്ങയിൽ പൂക്കളില്ല, കണ്ടോ? പൂക്കൾ വിടർന്നാൽ മാത്രമേ നാരങ്ങ ഉണ്ടാകത്തുള്ളൂ. കണ്ടോ, നോക്കിക്ക് എന്ത് രസമാന്ന് നോക്കി. ആദ്യം പൂക്കൾ ഉണ്ടാവും, സൈഡ് ബോർഡർ നല്ല മഞ്ഞ കളറിലുള്ള നല്ല 2 വലിയ പില്ലോ കവേഴ്സോട് കൂടിയ ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. റേറ്റ് വന്നിട്ട് 695 രൂപ. സൈസ് വന്നിട്ട് 19 to 100 ഇഞ്ചസ്. പില്ലോ കവറിന്റെ സൈസ് വന്നിട്ട് 17 into 27 ഇഞ്ചസ്. വേഗം പറയാൻ പറ്റുന്നില്ലെന്നേ, പക്ഷേ പില്ലോ കവറിന് കുറച്ചുകൂടി വലുതായിരിക്കും. നിങ്ങൾ അങ്ങനെ ആലോചിക്കരുത്. സൈസ് സ്റ്റാൻഡേർഡ് സൈസാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. എന്നിരുന്നാലും നമ്മുടെ മാഗ്നിസ്കേപ്സ് ബെഡ്ഷീറ്റിന്റെ സൈസുകളൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇതെല്ലാം നല്ല സ്നേഹത്തോടെ നല്ല ഭംഗിയായിട്ട് നമ്മൾ എന്താ പറയുന്നത്, ഇതിനെയൊക്കെ അത്ര ഇഷ്ടത്തോടെയാണ് നമ്മൾ ഇത് ചെക്ക് ചെയ്ത് നല്ല ഭംഗിയായിട്ട് എടുത്ത് കൊണ്ടുവന്ന് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസിന് എല്ലാം തന്നെ കാണണം. പിന്നെ വീഡിയോസ് കാണുമ്പോഴില്ലേ, നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഇങ്ങോട്ട് വാട്സപ്പിലോട്ട് തിരിച്ചയക്കണം കേട്ടോ. അതായത് ഇപ്പൊ കുറച്ച് അമ്മച്ചിമാരും ആൻറ്റിമാരുണ്ട്, അവര് പഴയ വീഡിയോസ് ആയിരിക്കും കൂടുതൽ കാണുന്നത് കേട്ടോ. അപ്പൊ ആ ഷീറ്റ്സ് നമ്മുടെ കയ്യിലില്ല. അപ്പൊ ആ നമ്പർ പറയുമ്പോൾ ഡേറ്റ് പറയുമ്പോൾ നമുക്ക് തെറ്റിപ്പോവും. ഇതൊക്കെ ആൾക്കാർക്ക് നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പം അതൊരു കുറ്റപ്പെടുത്തലൊന്നും അല്ലേ. അപ്പം വീഡിയോ തിരിച്ചയച്ചാൽ മതി. അപ്പം നമുക്കത് വേഗം കണ്ടുപിടിക്കാൻ പറ്റും. സ്ക്രീൻഷോട്ട് ആണെങ്കിൽ എനിക്ക് വളരെ സന്തോഷം, വേഗം പണി കഴിയും. അപ്പം മാഗ്നിസ്കേപ്സിന്റെ കടയുള്ളത് എറണാകുളത്ത് കടവന്ത്ര ചെറുപറമ്പത്ത് റോഡ്, എറണാകുളത്ത് വൈറ്റിലേന്ന് വരുമ്പോഴും MG റോഡിൽ നിന്ന് വരുമ്പോഴും ചെറുപറമ്പത്ത് റോഡ്, അതായത് മെട്രോ പില്ലർ നമ്പർ 795 സൈഡിലുള്ള റോഡാണ് ചെറുപറമ്പത്ത് റോഡ്. അപ്പൊ അവിടെ വന്നിട്ട് ഫസ്റ്റ് ക്രോസ് റോഡ് നല്ല ഭംഗിയായിട്ടുള്ള മാഗ്നിസ്കേപ്സിന്റെ കടയുണ്ട്. പുറകിലാണ് പാർക്കിംഗ്, പേ ആൻഡ് പാർക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ നമ്മുടെ മാഗ്നിസ്കേപ്സിലോട്ട് വരുന്ന ആൾക്കാർ അവിടുന്ന് ചിട്ട് മേടിച്ചുകൊണ്ട് വന്നാൽ മാത്രം മതി കേട്ടോ. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തോളാം. അപ്പൊ പിന്നീടുള്ളത് നമ്മുടെ വെബ്സൈറ്റിൽ ഫോട്ടോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും നല്ല സ്നേഹത്തോട് ഒത്തൊരു നിന്നാലാണ് ബെഡ്ഷീറ്റ് വിരിച്ചാലും നല്ല ഭംഗിയായിട്ടുണ്ടാകത്തുള്ളൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു.